ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്പു വളരെയധികം മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയെടുത്തും പാൻ്റെ അടുത്തും. അവരൊരു മൂത്തതാണെന്നൊരു പരിഗണന പോലും കൊടുക്കാണ്ട് സംസാരിക്കുമ്പോൾ അഞ്ജു ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഞ്ജുവിൻ്റെ വാക്കിന് ഒരു വിലയും അപ്പു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പു വളരെ മോശമായിട്ട് എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവൂട്ടിയെടുത്തും അതുപോലെ തന്നെ പെരുമാറുന്നുണ്ട്. നിൻ്റെ അമ്മ അതെല്ലാം ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. രാത്രി ദേവിയുടെ കൂടെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ ദേവൂട്ടി. എനിക്ക് അമ്മയുടെ കൂടെ ഉറങ്ങിയാൽ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിൻ്റെ അമ്മയും മമ്മിയൊക്കെ ഞാനാണെന്ന്, എൻ്റെ കൂടെ നീ ഉറങ്ങിയാൽ മതി, വല്ലവരുടെയും കൂടെ കിടന്ന് ഉറങ്ങണമെന്ന് പറയുമ്പോൾ ഹരി വഴക്ക് പറയുന്നുണ്ട്. വല്ലവരുമോ, നീ എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത്, എൻ്റെ ഏട്ടനും ഏട്ടത്തി ഇതിനൊക്കെ ഇപ്പോൾ വല്ലവരും ആയോ, നിൻ്റെ ഈ സ്വഭാവം നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണെങ്കിലും അപ്പോൾ അതൊന്നും ചെവി കൊള്ളുന്നില്ല. അതിനുശേഷം നമ്മുടെ ദേവൂട്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പു കൊടുക്കുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. സ്കൂളിൽ പോകാനാണെന്നുണ്ടെങ്കിലും വണ്ടി, അതായത് ഓട്ടോ വന്നില്ലെങ്കിൽ പോലും ബാലേട്ടൻ്റെ കൂടെ അയക്കുന്നില്ല. അങ്ങനെ കുറേ പ്രവൃത്തികൾ ചെയ്യാണ്. ദേവൂട്ടി ഭക്ഷണം കഴിക്കണില്ല എന്ന് പറയുമ്പോൾ ദേവി കൊടുക്കാന്ന് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട്, വേണ്ട ഇങ്ങനെയൊക്കെ തന്നെ കഴിച്ചാൽ മതി, നീ കഴിച്ചില്ലെങ്കിൽ വേണ്ട, ഒരു ദിവസം കഴിച്ചില്ല ചത്തു പോകത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൂട്ടിനെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കുവാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം തന്നെ ദേവൂട്ടിയും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, സ്കൂളിൽ പോയിട്ടും കഴിക്കുന്നില്ല. തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ദേവൂട്ടി ഇങ്ങനെ തലകറങ്ങി വീഴുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കുമാണ് പിന്നെ അപ്പൂനെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണത്. കാരണം ബാലേട്ടനോ ദേവിയെടുത്തിട്ട് ഒപ്പം തന്നെ തനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. താൻ പ്രസവിച്ചതാണെങ്കിലും വളർത്തിയത് ഫുള്ളും ദേവിയെടുത്തിയാണല്ലോ, തനിക്ക് ഇപ്പോഴും ഒരു അമ്മയാവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ അപ്പു മനസ്സിലാക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം അത് അപ്പും കണ്ണനും ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ അവസാനം ആകുമ്പോഴേക്കും അവർ പോസിറ്റീവ് ആവും. അതുകൊണ്ട് അവരുടെ ഫാൻസ് ഒന്നും വിഷമിക്കൊന്നും വേണ്ട. അത് എല്ലാ സമയത്തും ഓരോരുത്തരും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമല്ലോ. ഇപ്പം അഞ്ജലിയും ശിവനാണെങ്കിൽ പോലും അന്ന് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് ഇതും. അതായത് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. ചില സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആവേണ്ടിയൊക്കെ വരും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.